കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈം വിവാദത്തിൽ DDE ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് DDEയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അതിനിടെ കട്ടൻ താഴ്ത്തിയ അധ്യാപകർ സംഘപരിവാർ അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ടവരാണ് എന്ന വിവരവും പുറത്തു വന്നു. ഷഹദ് റഹ്മാൻ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കട്ടൻ ഇവർ പിടിച്ചിട്ടത് മനഃപൂർവ്വമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുമോ? ഈ കർട്ടൻ എന്തിനാണ് താഴ്ത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെ ഈ അധ്യാപകർ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഇന്നലെ ഈ വലിയ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ PTA യോഗത്തിൽ ഈ അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ അധ്യാപകരെ മാറ്റി നിർത്തണം എന്ന ഒരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ യുവജന സംഘടനകളും. ഇന്നലെ യോഗം നടക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ അവിടെ എത്തിയിട്ടുള്ള യുവജന സംഘടനകളും ഒക്കെ തന്നെ അവിടെയുള്ള പ്രധാന അധ്യാപകനോടും അതുപോലെ തന്നെ PTA ചോദിച്ച പ്രധാനപ്പെട്ട കാര്യവും ഇതായിരുന്നു: എന്തിനാണ് ഈ കർട്ടൻ താഴ്ത്തിയത്, എന്തിനാണ് കലോത്സവം തന്നെ നിർത്തിവെച്ചത് എന്നുള്ളതായിരുന്നു. അതിന് ഇപ്പോഴും ഈ സ്കൂളിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപകനോ ഒരു കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇതിനെ വലിയ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ കർട്ടൻ താഴ്ത്തുക അത് സർക്കാരിന്റെ നിലപാടേയല്ല. മാത്രമല്ല, പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അത് എവിടെ നടന്നാലും അതിനെ അനുകൂലിക്കുകയാണ്. സർക്കാർ അവിടുത്തെ കുട്ടികൾക്കൊപ്പമാണ് എന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വീഴ്ച അത് സർക്കാർ ചെറുതായി കാണുന്നില്ല, അതിന്റെ ഗുരുതര വീഴ്ചയായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അടിയന്തര റിപ്പോർട്ട് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നിർത്തിവെച്ച കലോത്സവം അത് നാളെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ നടത്തുക മാത്രമല്ല, മുടങ്ങിപ്പോയ എല്ലാ ഇനങ്ങളും വീണ്ടും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മൈം ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് PTA ഭാരവാഹികളുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ MLA ഇന്നലെ ഇവിടുത്തെ പ്രധാന അധ്യാപകരുമായും അതുപോലെ തന്നെ PTA ഒക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ MLAയും ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് മൈം ഉൾപ്പെടെയുള്ള പരിപാടികൾ വീണ്ടും നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാളെ ഈ സ്കൂളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ABVPയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ സ്കൂളിൽ നടന്നത് അതൊരിക്കലും അനുകൂലിക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയല്ല. മാത്രമല്ല, പലരും ഇത്തരത്തിൽ ഈ പലതരത്തിലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന ഇടത്തും ആളുകൾക്ക് വേണ്ടി ഇത്തരത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ച് കലോത്സവ വേദികളിലോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളിലോ എത്തിക്കഴിഞ്ഞാൽ അതൊരു ശീലമാകും. അതുകൊണ്ട് ഇത്തരം നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു വലിയ പോലീസ് സുരക്ഷയോട് കൂടിയിട്ടായിരിക്കും നാളെ ഒരു പക്ഷേ ഈ കലോത്സവം ഈ സ്കൂളിൽ നടക്കുക എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അധ്യാപകരുടെ പശ്ചാത്തലം കൂടി പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. യഥാർത്ഥത്തിൽ അധ്യാപകർക്ക് രാഷ്ട്രീയമാകാം, പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പാഷാണം വെച്ച് കുട്ടികളെ ഡീൽ ചെയ്യുന്നത് അപകടകരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം കുട്ടികളെ കുട്ടികളായിട്ട് കാണാൻ കഴിയാത്ത അധ്യാപകർ കുട്ടിത്തം കൂടിയവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.